ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെ നിയന്ത്രിക്കുന്നതിന് മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാന സർക്കാർ. മാർഗരേഖ പ്രകാശനവും വെബ് പോർട്ടലിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഇതോടെ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ നിയന്ത്രണ ചട്ടക്കൂട് സ്ഥാപിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാവുകയാണ് കേരളം. സംസ്ഥാനത്ത് വ്യാപകമാകുന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെ നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായാണ് മോണിറ്ററിംഗ് മെക്കാനിസത്തിന്റെ മാർഗരേഖ പുറത്തിറക്കിയത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെ എൻറോൾമെന്റിനായി തയ്യാറാക്കിയ വെബ് പോർട്ടലിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. ഇന്നൊരൊറ്റ ക്ലിക്കിൽ നമ്മുടെ വീട്ടുപടിക്കൽ സാധനങ്ങൾ എത്തിച്ചേരും. വാങ്ങിയ സാധനം വിറ്റതാരാണ്, അല്ലെങ്കിൽ അത് ഏത് ഏജൻസിയാണ് എന്നറിയാമെങ്കിലും അത് വന്നത് അവരുടെ പക്കൽ തന്നെ ആകണമെന്നില്ല. ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഉപഭോക്താക്കളുടെയും വ്യാപാരികളുടെയും ഉൽപ്പാദകരുടെയുമൊക്കെ അവകാശങ്ങൾ ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ്. അതിന് ഏറ്റവും പ്രധാനമാണ് വിപണിയിൽ സുതാര്യത ഉറപ്പുവരുത്തുക എന്നത്. വിതരണക്കാരുടെ ശൃംഖല സൃഷ്ടിച്ച് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നേരിട്ട് ഉപഭോക്താക്കളിൽ എത്തിക്കുന്ന രീതിയാണ് ഡയറക്ട് സെല്ലിംഗ്. ഉപഭോക്തൃ സംരക്ഷണം മുൻനിർത്തി ഡയറക്ട് സെല്ലിംഗ് രംഗത്തെ ചതിക്കുഴികൾ തടയുകയാണ് സർക്കാർ ലക്ഷ്യം. നിയമാനുസൃതം പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുകയും നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഇതു സംബന്ധിച്ച ബോധവൽക്കരണ വീഡിയോകളുടെ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MLA-മാരായ VK പ്രശാന്ത്, ആന്റണി രാജു തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പരിപാടികൾ ആ നിലക്ക് നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയാകും വിധത്തിൽ സംസ്ഥാന സർക്കാർ നടത്തിവരുന്ന വിപണി ഇടപെടലുകളുടെ മറ്റൊരു ദൃഷ്ടാന്തമാണിത് എന്ന് പറയാം. വിതരണക്കാരെ ശൃംഖലിച്ച് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നേരിട്ട് ഉപഭോക്താക്കൾ എത്തിക്കുന്ന രീതിയാണ് ഡയറക്ട് സെല്ലിംഗ്. ഇതിന്റെ ഭാഗമായി നിരവധി അവസരങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതേസമയം ഇതിന്റെ പേരിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇത് കണ്ടുകൊണ്ടാണ് 2018 സംസ്ഥാന സർക്കാർ ഡയറക്ട് സെല്ലിംഗ് മേഖലയ്ക്കായി മാർഗനിർദ്ദേശങ്ങൾ കൈകോർത്ത് പ്രവർത്തിക്കാൻ എല്ലാ സംരംഭകരും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കട്ടെ. ഓരോ ഉപഭോക്താവും തങ്ങളുടെ അവകാശങ്ങളെയും കടമകളെയും കുറിച്ച് ബോധവാന്മാരാകേണ്ടതുണ്ട്. അതേസമയം തന്നെ വിപണിയിലുണ്ടാകുന്ന ദോഷകരമായ പ്രവണതകൾക്കെതിരെ പ്രതികരിക്കാനും തങ്ങളുടെ അവകാശം സംരക്ഷിക്കാനും എല്ലാ ഉപഭോക്താക്കളും സജ്ജരാകേണ്ടതുണ്ട്. അതിന് സഹായകമായ വിധത്തിൽ തങ്ങളുടെ പരാതികൾ ബോധിപ്പിക്കേണ്ടതിനെക്കുറിച്ചുള്ള വ്യക്തമായ അവബോധം ഉപഭോക്താക്കളിൽ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ വാങ്ങുക, അമിത ഉപഭോഗം നിയന്ത്രിക്കുക, ഭക്ഷണ സാധനങ്ങൾ പാഴാക്കാതെ ഇരിക്കുക, ഇവയെല്ലാം ഉപഭോക്താക്കൾ നിർവഹിക്കേണ്ട കടമകളാണ്. ഉപഭോക്താക്കളുടെ കടമകളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കേണ്ടതുണ്ട്. അതേപോലെ ഈ വേദിയിലിരിക്കുന്ന നമ്മുടെ മാന്യ സുഹൃത്തുക്കളെ മുഖ്യമന്ത്രി വരുന്നതിന്